ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലൊക്കെ മടികളുണ്ടല്ലോ ഒത്തിരി പേർക്ക്. എനിക്കുണ്ട് മടി, എല്ലാവർക്കും നമ്മൾ മടിയുണ്ട്. ആ ഒരു മടിയെ മാറ്റാനുള്ള കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മടി വരുന്നതെന്ന് ആദ്യം നമുക്ക് ചിന്തിക്കാം. മടി കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് മടി കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു ഡോപ്പമിന്റെ അളവ് കൂട്ടുമ്പോഴാണ് ആ ഒരു എനർജി ബാക്ക് ടു എനർജിയിലേക്ക് നമുക്ക് വരികയും നമ്മളിൽ നിന്ന് മടികൾ കൂടുതലും മാറാനൊക്കെ ആയിട്ട് സഹായിക്കുകയും ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡിയുടെ കുറവും അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസിയുടെ കുറവും ഉണ്ടെങ്കിലും നമുക്ക് അതുപോലെ ഈ ഫറ്റീഗും തളർച്ചയൊക്കെ അനുഭവപ്പെടും. ഒന്നും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് ഒത്തിരി മടിയായിട്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ിൽ നമ്മൾ മെഡിക്കലി നമ്മളത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. നമുക്ക് ഡോപ്പമിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻസ് കൊണ്ടാണോ നമുക്ക് ഒത്തിരി തളർച്ച അനുഭവപ്പെട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതെന്ന്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡോപ്പമിന്റെ ലെവൽ കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. അതിനായിട്ട് നമുക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ സക്സസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ ഡ്രീം കാണുക. ഡ്രീം കണ്ട് ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ള ഒരു ഡ്രീം കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബ്രെയിൻ അതിലേക്ക് ആക്ടിവേറ്റ് ചെയ്യുകയും നമുക്ക് കൂടുതലായിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ബ്രെയിനിലേക്ക് ആ ഒരു ഇമ്പൾസ് കടന്നു എന്ന് നമുക്കത് ചെയ്യാനുള്ള ഒരു എനർജി നമ്മളിൽ രൂപപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് പറ്റുന്ന കാര്യമാണ്, നമുക്ക് ചെയ്യാനുള്ള ഒരു ടാസ്ക് ഒരു വലിയൊരു ടാസ്ക് ആണെങ്കിൽ നമുക്കത് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു പേടിയാവും. ഒരു പക്ഷെ നമുക്കൊരു വലിയൊരു മല കയറാനുണ്ടെങ്കിൽ നമ്മൾ ആ മല കാണുകയാണെങ്കിൽ അയ്യോ ഇത്രയും വലിയ മല എങ്ങനെ ഞാൻ കയറിപ്പെടുത്തും എന്നുള്ളൊരു ചിന്തയാണോ. എന്നാൽ ആ ഒരു മലേനെ നമ്മളൊരു ഡിവൈഡ് ചെയ്ത് ഓക്കെ ഞാൻ ആദ്യം ഒരു കുറച്ച് സമയത്തെ സ്ഥലത്ത് എത്തും, അവിടെ ചെന്ന് ഞാനൊരു റെസ്റ്റ് എടുക്കും, അത് കഴിഞ്ഞ് അടുത്തൊരു ഡെസ്റ്റിനേഷന് അങ്ങനെ ഒരു നമ്മളുടെ ഒരു ജോലികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യാനിരിക്കുന്നത്. അതിനെ ആ ഒരു ടാസ്കുകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ആ ഒരു വലിയൊരു കാര്യത്തിലേക്ക് ആ ഒരു വലിയൊരു ടാസ്ക് ആയിരിക്കില്ല, ഒരു ചെറിയ ടാസ്ക്. ഓക്കെ, ആ ഒരു ചെറിയ ടാസ്ക് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ തുണി മടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു നമ്മുടെ വീട്ടിലൊരു ക്ലീൻ ചെയ്യുക എന്നുള്ളത്. പെട്ടെന്ന് നമ്മളൊരു ദിവസം തീരുമാനം എടുക്കും, ഓക്കെ വീട് മുഴുവൻ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അല്ലെ ഡീപ് ക്ലീനിങ് ചെയ്യണം എന്ന് പറഞ്ഞാലും നമ്മൾ പെട്ടെന്ന് അത് ചിന്തിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ സമയത്ത് നമുക്ക് ടയർഡാവും. എന്നാൽ ഓക്കെ ഇന്നത്തെ ദിവസം ഞാൻ ഫ്രണ്ട് റൂം മാത്രം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഫ്രിഡ്ജ് മാത്രം, അങ്ങനെ നമ്മൾ ഓരോ ഏരിയ വൈസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെയ്യാനായിട്ട് തീരുമാനിക്കുവാണെങ്കിൽ അത് ഒത്തിരി നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാനതൊരു പേപ്പറിൽ എഴുതാനായിട്ട് ശ്രമിക്കും. ആ എഴുതിയിട്ട് ഒരു ടാസ്ക് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒന്നെങ്കിൽ നമ്മൾ ടിക്ക് ഇടുക അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്തു പോകുമ്പോൾ നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങളിൽ ഒരു സക്സസ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിനും അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു സന്തോഷം ഉണ്ടാവുകയും നമ്മളെ പിന്നെയും അടുത്ത ടാസ്കുകൾ ചെയ്യാനുള്ള ഒരു എനർജി നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വേറൊരു ഇതിനു വേണ്ടി ഒരു മടി മാറാൻ പറ്റുന്ന ഒരു ടെക്നിക്സ് ആണ് 2 minutes റൂള് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഒത്തിരി മടിയാണ്. ഫോർ എക്സാമ്പിൾ എക്സസൈസ് ചെയ്യാൻ ഒരു തീരെ മടി, അല്ലെങ്കിൽ പഠിക്കാൻ തീരെ മടി, അല്ലെങ്കിൽ ബുക്ക് റീഡിങ്ങിനൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മടിയാണെങ്കിൽ നമ്മൾ മൊബൈലിൽ ഒരു 2 minutes സെറ്റ് ചെയ്യുക. 2 minutes സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അത് പിന്നീട് ആ ഒരു 2 minutes എന്നുള്ളത് ഓരോ പ്രാവശ്യങ്ങൾ ചെല്ലുമ്പോൾ അത് കൂടി വരികയും ആ ഒരു നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ആ ഒരു അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമ്മൾ 2 minutes എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും സമയം ഒരു കുറച്ചായിട്ട് കാണണ്ട. ആ ഒരു ഡെയിലി ഒരു 7 days ഒരു 2 minutes നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അത് 14 minutesലേക്ക് ആയി കഴിഞ്ഞു. അത് ഓട്ടോമാറ്റിക്കലി അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാവരും ഓർക്കുക, സമയം എന്ന് പറയുന്ന ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഇന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഒരു മിനിറ്റ് പിന്നത്തേക്ക് കടന്നു വരികയില്ല. സോ ഓൾവേസ് ബിലീവ് ഇൻ യു, ഡ്രീം ബിഗ്, you can achieve it. God bless you all. Have a great day. Bye bye.